നമസ്കാരം. 2000 മുതൽ 2024 വരെയുള്ള 24 വർഷത്തെ ഗോൾഡിന്റെ ഡിമാൻഡാണ് നമ്മൾ ഇവിടെ ഈ ചാർട്ടിൽ ഒബ്സർവ് ചെയ്യുന്നത്. നമുക്ക് ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇതില് 2000 മുതൽ 2024 വരെയുള്ള വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഗോൾഡിന്റെ പ്രൈസ് വലിയൊരളവിൽ താഴെ പോയിട്ടില്ല എന്നും തുടർച്ചയായിട്ട് ഈ ഗോൾഡിന്റെ പ്രൈസ് ലോങ് ടേമിൽ കൂടി കൂടി വരിക എന്നുള്ളതും ഈ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, ഇതിൽ തന്നെ 2024 ഗോൾഡിന്റെ ഗ്ലോബൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 5000 ടൺ ആണെന്നുള്ളതും ഈ ഗ്രാഫില് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഗോൾഡ് പ്രൈസിൽ വന്ന വ്യത്യാസം കൂടി ഒന്ന് മനസ്സിലാക്കാം. അഥവാ നമ്മൾ ഇതിന് കണക്കാക്കുന്നത് 2023-24 ഗോൾഡിന്റെ പ്രൈസും അതുപോലെ തന്നെ 2024-25 ഗോൾഡിന്റെ പ്രൈസും എത്രത്തോളം വർധനവുണ്ടെന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. 2023-24 ഏകദേശം 58,000 രൂപ വിലയിരുന്ന ഗോൾഡ് ആ വർഷ അവസാനമായപ്പോഴേക്കും ഏകദേശം 70,000 രൂപയിലോട്ട് എത്തി. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഏകദേശം 20% ഗോൾഡിന്റെ പ്രൈസ് ഇവിടെ കൂടി. എന്നാൽ 2024-25 ഫൈനാൻഷ്യൽ ഇയറിലോട്ട് വരുന്ന സമയത്ത് ഇതിന്റെ എക്സാക്ട് ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. ലാസ്റ്റ് ഔട്ട് ചെയ്ത് 2025 ഫെബ്രുവരിത്തെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 2024-25 വർഷത്തെ ഗോൾഡ് പ്രൈസ് 73,000 നിന്നും ഏകദേശം ഇത് 10 ഗ്രാമിനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു പവന്റെ വിലയല്ല, 10 ഗ്രാം. ഒരു പവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഗ്രാമാണ്. നമ്മളിവിടെ കണക്കാക്കുന്നത് 10 ഗ്രാം വെച്ചിട്ടാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് 2024-25 വർഷത്തില് 73,000 എന്നുള്ള ഗോൾഡ് പ്രൈസിൽ നിന്നും ഈ ഗോൾഡിന്റെ വില 95,000 ഉയർന്നു. ഏകദേശം ഇതിന്റെ വളർച്ച എന്ന് പറയുന്നത് 30% ഗോൾഡിന്റെ പ്രൈസ് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന് ഗോൾഡിന്റെ CAGR ആണ്. കഴിഞ്ഞ 2024-25 വർഷങ്ങളിൽ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഗോൾഡിൻ്റെത് വരുന്നത് 30% ആണ്. അതുപോലെ തന്നെ എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം 26% ഗോൾഡിന് കഴിഞ്ഞ 2024-25 വർഷങ്ങളിൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒരു എക്കണോമിക് ക്രൈസിസ് വരുന്ന സമയത്ത് ഗോൾഡിനെ ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, സേഫസ്റ്റ് സെക്യൂരിറ്റി ആയിട്ട് കണക്കാക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. 2014 മുതൽ 2024 വരെയുള്ള ഡാറ്റ അവൈലബിൾ ആണ് നമുക്ക്. അവിടെ എല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഇക്വിറ്റി മാർക്കറ്റ് ഏത് സമയത്ത് ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്നോ ആ സമയത്തൊക്കെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഗ്രാഫ് അപ് ട്രെൻഡിലോട്ട് പോയിട്ടുണ്ട്. അഥവാ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ക്യാപിറ്റൽ മാർക്കറ്റ്, എസ്പെഷ്യലി ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നുള്ള പണം വിഡ്രോ ചെയ്യുകയും ആ പണം മുഴുവനായിട്ട് സേഫ് ആയിട്ടുള്ള ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റുന്നതായിട്ടും നമുക്ക് ഈ അടുത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. 2014 മുതൽ 2024 വരെയുള്ള ഒരു പീരീഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ നേരിട്ട ഏറ്റവും വലിയൊരു എക്കണോമിക് ക്രൈസിസ് എന്ന് പറയുന്നത് ഒന്ന് റഷ്യ ഉക്രൈൻ വാറാണ്, മറ്റൊന്ന് വരുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധം, പിന്നൊന്ന് വന്നത് റെഡ് സീ ഷിപ്പിംഗ് ക്രൈസിസ് ആണ്. ഈ ഒരു പീരീഡിലൊക്കെ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ താഴെ പോകുന്നതും അതേ സമയത്ത് ജനങ്ങൾക്ക് ഗോൾഡിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റിലുള്ള ഒരു കോൺഫിഡൻസ് വളർന്നു വരുന്നതും നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. ഇത്രയൊക്കെ വളർച്ച ഗോൾഡിനുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഗോൾഡിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചോയ്സ് ആയിട്ട് പരിഗണിച്ചുകൂടാ? ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ നടത്താം, അതല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ ഏതൊക്കെ എന്നുള്ളതും ഓരോ മാർഗത്തിന്റെയും അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ, അതിന്റെ ഗുണമേന്മകളും അതിന്റെ പോരായ്മകൾ, ഡിസഡ്വാൻറ്റേജസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾ ഈ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. പ്രധാനമായിട്ടും ഒരു വ്യക്തിക്ക് 6 മാർഗങ്ങളിലൂടെയാണ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ ഇദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗോൾഡ് ETF നിക്ഷേപം നടത്താം. അതല്ലെങ്കിൽ ഗോൾഡ് ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ട് പോലെ ഗോൾഡ് ഫണ്ടുകളിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഡിജിറ്റൽ ഗോൾഡില് അതല്ലെങ്കിൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിലും അദ്ദേഹത്തിന് ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താവുന്നതാണ്. ഇതിൽ ഒന്നാമതായിട്ട് പറയപ്പെടുന്നത് ബൈങ് ഫിസിക്കൽ ഗോൾഡ് അഥവാ ടാഞ്ചിബിൾ ഗോൾഡ് നമ്മൾ പർച്ചേസ് ചെയ്യുക. ടാഞ്ചിബിൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ജ്വല്ലറികളിൽ നിന്നോ അതല്ലെങ്കിൽ ഗോൾഡ് കോയിനോ ഗോൾഡ് ബാറോ ആയിട്ട് വാങ്ങിക്കുന്നതാണ് എന്ത് ടാഞ്ചിബിൾ ഗോൾഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങളുടെ ബാങ്ക്, ജ്വല്ലറി, അതായത് ട്രസ്റ്റഡ് ആയിട്ടുള്ള MMTC പോലുള്ള ഡീലേഴ്സിൽ നിന്നും ഇത്തരം സ്വർണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സർട്ടിഫൈഡ് ഡീലേഴ്സിൽ നിന്ന് മാത്രമേ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല 24 ക്യാരറ്റ് സ്വർണം മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിട്ട് നമ്മൾ ഉപയോഗിക്കാനും പാടുള്ളൂ. അല്ലാതെ 22 ക്യാരറ്റോ 18 ക്യാരറ്റോ നമ്മൾ ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്വർണത്തിന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് കണക്കാക്കുന്നില്ല. കാരണം നിങ്ങൾ ഓർണമെന്റ്സ് ആയിട്ടാണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ പണിക്കൂലി, അതർ ചാർജസ് വന്ന് നിങ്ങളുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച അത്ര ഒരു റിട്ടേൺ എന്ത് ചെയ്യാൻ ചാൻസ് ഇല്ല, പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഫിസിക്കൽ ഗോൾഡിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതിന്റെ പ്രോസ് എന്തൊക്കെയാന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്, ഇതൊരു കൾച്ചറൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജ്വല്ലറി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ട് അഥവാ ഇങ്ങനെ ഫിസിക്കൽ ഫോമിൽ സ്വർണം പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. മൂന്നാമതായിട്ട് ഇതിന്റെ ലിക്വിഡിറ്റി ആണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പണത്തിന് ആവശ്യം വരികയാണെങ്കിൽ ഈ ഗോൾഡ് നിങ്ങൾക്ക് പണയം വെക്കാനുള്ള സൗകര്യമുണ്ട്, വിൽക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി എന്നുള്ളതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. എന്നാൽ ഈ അഡ്വാൻറ്റേജിനൊക്കെ പുറമെ ഈ ഒരു ഗോൾഡ് പർച്ചേസിന് കുറച്ച് ലിമിറ്റേഷൻസ് കൂടെ ഉണ്ട്. അതെന്താന്നുള്ളതും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. പോരായ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ മേക്കിംഗ് ചാർജ്. നിങ്ങൾ ഒരു ജ്വല്ലറി ആണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ മേക്കിംഗ് ചാർജ് വരുന്നത് ഏകദേശം 5 to 25% മേക്കിംഗ് ചാർജ് വരുന്നുണ്ട്. അതുപോലെ കോയിനോ ബിസ്ക്കറ്റോ ആണ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് 2 to 10% വരെ അതിന്റെയും ഒരു മിന്റിംഗ് ചാർജ്, മേക്കിംഗ് ചാർജ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അടക്കേണ്ടതായി വരുന്നുണ്ട്. രണ്ടാമത് ഇതിന്റെ കുറിച്ചുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്യൂരിറ്റിയാണ്. സ്വർണത്തിന്റെ പ്യൂരിറ്റി എങ്ങനെ ഉറപ്പാക്കുന്നുള്ളതാണ്. ഈ 24 ക്യാരറ്റ് സ്വർണത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ 24 ക്യാരറ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡീലേഴ്സിൽ നിന്നും വാങ്ങിക്കൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ മറ്റൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്, നിങ്ങൾ സ്വർണം വാങ്ങിക്കുന്ന സമയത്ത് അതിന് GST കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ നിങ്ങൾ സ്വർണം വിൽക്കുന്ന സമയത്ത് അതിന്റെ GST തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. അഥവാ 100 രൂപക്ക് നിങ്ങൾ സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 3% GST ആണ് നിങ്ങൾ അടക്കുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് 97 രൂപയുടെ സ്വർണമാണ് കിട്ടുന്നത് എന്നുള്ളതും ഇതിന്റെ ഒരു വലിയ ലിമിറ്റേഷൻ ആണ്. മറ്റൊരു ലിമിറ്റേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഇതിന്റെ സ്റ്റോറേജ് ആണ്. നമ്മൾ വലിയൊരളവിൽ സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നുള്ളതാണ്. തെഫ്റ്റ് എന്ന ഭയം, ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകും എന്നുള്ളൊരു ഭയമുണ്ട് നമുക്ക്. അപ്പൊ മേ ബി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു സ്റ്റോറേജിന് വേണ്ടിയിട്ട്, സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ലോക്കർ, ബാങ്കിൽ പോയിട്ട് ലോക്കർ ഓപ്പൺ ആക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പൊ ആ ലോക്കറിന് നമ്മൾ ലോക്കർ റെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെ സ്റ്റോറേജ് കോസ്റ്റും കൂടെ എന്ത് ചെയ്യും, നമ്മൾ ഇൻക്വയർ ചെയ്യേണ്ടി വരും ഫിസിക്കൽ ഫോമിലുള്ള ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന പക്ഷം. ചെറിയ എമൗണ്ട്, ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഒരു ഹ്യൂജ് എമൗണ്ടിന്റെ ഗോൾഡ് നമുക്ക് ആർക്കും വീട്ടിൽ സേവ് ചെയ്ത് വെക്കാനോ സൂക്ഷിച്ചു വെക്കാനോ നമുക്ക് കഴിയില്ല. അതിന്റെ ഒരു സ്റ്റോറേജ് കോസ്റ്റ് വളരെ കൂടുതലാണെന്നുള്ളതും ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ട് വരുന്നത് ഗോൾഡ് സോവറിംഗ് ബോണ്ടുകളാണ്, SGBs എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഗവൺമെന്റിന് വേണ്ടി റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ്, ഗോൾഡ് ബോണ്ടുകളാണ് ഗോൾഡ് സോവറിംഗ് ബോണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് ഈ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത്ര തന്നെ ഗോൾഡ് റിസർവ് ബാങ്ക് അവരുടെ റിസർവിൽ കീപ്പ് ചെയ്തുകൊണ്ടാണ്. അഥവാ ഈ ബോണ്ടിന് ഗ്യാരണ്ടി നിൽക്കുന്നത് റിസർവ് ബാങ്ക് കീപ്പ് ചെയ്ത ആ ഗോൾഡ് റിസർവ് ആണ് ഇതിന്റെ ഒരു ഗ്യാരണ്ടി ആയിട്ട് കണക്കാക്കുന്നത്. ഏകദേശം 8 വർഷ കാലയളവിനാണ് ഈ ഒരു ഗോൾഡ് ബോണ്ട്, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുക. മാത്രമല്ല ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വർഷാവർഷം 2.5% പലിശ അവർ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂവിന്റെ മുകളിൽ റിസർവ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ, അതല്ലെങ്കിൽ ഇതിന്റെ ഒരു ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് 5 വർഷം എന്ത് ചെയ്യാൻ പറ്റൂല, ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂല. 5 വർഷം മുതൽ 8 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, നമ്മുടെ NRIസിന് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഗോൾഡ് ബോണ്ടുകൾ ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രാമിലാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് മിനിമം വാങ്ങിക്കേണ്ടത് 1 ഗ്രാമും മാക്സിമം 4 കിലോ വരെ ഗോൾഡ് ബോണ്ട് അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കഴിയുള്ളൂ. 4 കിലോ വാല്യൂ വരെയുള്ള ഗോൾഡ് ബോണ്ടുകളെ ഒരു വ്യക്തിക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിയുള്ളൂ. ഇനി എങ്ങനെയാണ് ഇത് വാങ്ങിക്കുക? RBIയുടെ ഇഷ്യൂവൻസ് വിൻഡോയിലൂടെയാണ് ഒരു വ്യക്തി ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ SBI പോലുള്ള ബാങ്കുകളുടെ അക്കൗണ്ട് ത്രൂവോ, അതല്ലെങ്കിൽ RBIന്റെ റീറ്റെയിൽ ഡയറക്റ്റിലൂടെയോ, ഇനി അതും അല്ലെങ്കിൽ
ഇവരുടെ സ്റ്റോക്ക് ബ്രോക്കേഴ്സിലൂടെയോ ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. നമ്മുടെ സെറോദയുടെ കൈറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റികൾ വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ അതിൽ അവൈലബിൾ ആണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു SGBs സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഇതിന്റെ അഡ്വാൻറ്റേജിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാനുള്ളത് ഇതിന്റെ സേഫ്റ്റിയാണ്. കാരണം ഇത് ഗ്യാരണ്ടി നിൽക്കുന്നത് RBI ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. മാത്രമല്ല നമുക്ക് ഇതിലൊരു വലിയ എമൗണ്ട്, എത്ര 4 കിലോ വരെ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും അതിന്റെ ഒരു സ്റ്റോറേജ് റിസ്ക് എന്ത് ചെയ്യണ്ട, നമ്മൾ അറിയണ്ട എന്നുള്ളതും ഇതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2.5% ഇത് ആനുവൽ റിട്ടേൺ നൽകുന്നുണ്ട്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റെവിടെയും നമുക്ക് 2.5% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത് വെച്ച് മറ്റു ഇൻവെസ്റ്റ്മെന്റുകൾ ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇതിനുള്ള ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് ആണ്. നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്ത് 8 വർഷം അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ വർഷത്തിനിടയിൽ ഗോൾഡ് പ്രൈസ് നമ്മൾ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം, ഇതിനെ നമ്മൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്നാ പറയുന്നത്, അഥവാ നമ്മുടെ ലാഭം. ഈ ലാഭത്തിന്റെ മുകളിൽ ഒരൊറ്റ പൈസ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സ് ഇതിന് ബാധകമല്ല എന്നുള്ളതാണ്. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട്, ഈ ഗോൾഡ് മിനിമം നിങ്ങൾ 1 വർഷം മുതൽ 5 വർഷം വരെ ഇൻവെസ്റ്റ് ചെയ്യണം. 5 വർഷത്തിന് ശേഷമുള്ള വിഡ്രോവലിനാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എക്സംഷൻ ഉള്ളത്. ഇനി നിങ്ങൾ ഇത് ഓൺലൈൻ ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 രൂപ പെർ ഗ്രാമിന് എന്ത് കിട്ടും, ഡിസ്കൗണ്ടും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് സോവറിൻ ഗോൾഡ് ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട അഡ്വാൻറ്റേജസ് ഉള്ളത്. ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് ഏതെല്ലാം എന്ന് നമുക്ക്, ഇതിന്റെ ഒരു ലോക്ക് ഇൻ പീരീഡ് തന്നെ നമുക്ക് വലിയ ലിമിറ്റേഷൻ ആയിട്ട് പറയാം. കാരണം 5 വർഷം ഇത് കൃത്യമായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യണമെന്നുണ്ട്. ഈ 5 വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ ഇത് വിഡ്രോ ചെയ്യല് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ലിമിറ്റേഷൻ നമുക്ക് ഇതിന്റെ ഒരു ലോക്ക് ഇൻ പീരീഡ് ആണ്. രണ്ടാമത്തത് പറഞ്ഞ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് RBIയുടെ ഇഷ്യൂവൻസ് വിൻഡോയിലൂടെയാണ്. ഇതിലൂടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന എല്ലാവർക്കും ഒരു പക്ഷേ സോവറിൻ ഗോൾഡ് ബോണ്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡറി മാർക്കറ്റിൽ പോയിട്ട് ഇത് പർച്ചേസ് ചെയ്യണം. സെക്കൻഡറി മാർക്കറ്റിൽ ഇത് ട്രേഡ് ചെയ്യുന്ന ഹൈ പ്രീമിയം ആണ്. അപ്പോൾ ഉയർന്ന വില കൊടുത്ത്, അഥവാ ഗോൾഡിന് മാർക്കറ്റ് റേറ്റ് ഉള്ളതിനേക്കാളും കൂടുതൽ വില കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് പർച്ചേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ രണ്ടാമത്തെ ലിമിറ്റേഷൻ. അതുപോലെ ഫിസിക്കൽ ഡെലിവറി ഇല്ല. സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ നിങ്ങൾ ഗോൾഡിൽ 4 കിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 8 ഗ്രാമോളം അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് സ്വർണമായിട്ട് തിരിച്ച് അവകാശപ്പെടാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് തന്നെ അവരെന്ത് ചെയ്യുള്ളൂ, റിട്ടേൺ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ 8 വർഷം നിങ്ങൾ ഇതിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വർഷവും കിട്ടുന്ന 2.5% നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ കിട്ടുന്ന പലിശ പ്ലസ് ഈ വർഷ കാലയളവിൽ വരുന്ന സ്വർണത്തിന്റെ പ്രൈസ് ചേഞ്ചസും നിങ്ങൾക്ക് ഇതിലുള്ള വലിയൊരു റിട്ടേൺ ആയിട്ട് ഇതിനെ മാറ്റും എന്നുള്ളത് ഇതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം സ്വർണത്തിന്റെ വില 8 വർഷം കൊണ്ട് സിഗ്നിഫിക്കന്റ് എമൗണ്ട് ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്ത ബൈയിങ് പ്രൈസിനും സെല്ലിംഗ് പ്രൈസിനും ഇടയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ലാഭത്തിന് ടാക്സ് ഇല്ല എന്നുള്ളതും, എന്നാൽ ഏകദേശം 8 വർഷം 2.5% വെച്ചിട്ട് നിങ്ങൾക്ക് പലിശ കിട്ടുന്നു. അപ്പോ ദീർഘനാളത്തേക്ക് നിക്ഷേപിക്കുന്ന ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾക്കും, എന്നാൽ ഹയർ റിട്ടേണും ടാക്സ് ബെനിഫിറ്റും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും, ലിക്വിഡിറ്റി അഥവാ പെട്ടെന്ന് ഒരു പൈസയുടെ അത്യാവശ്യം വരൂല എന്ന് വിചാരിക്കുന്ന ആളുകൾക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് സോവറിൻ ഗോൾഡ് ബോണ്ടിനെ കണക്കാക്കാവുന്നതാണ്. ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള മൂന്നാമത്തെ ഒരു മാർഗമായിട്ട് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അഥവാ ഗോൾഡ് ETF-നെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തില് റീറ്റെയിൽ അക്കൗണ്ട്സ് ഇൻ ഗോൾഡ് ETF ഏകദേശം 15 ഇരട്ടിയോളം വളർന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. കോവിഡിന് ശേഷം ETF ഫണ്ട് മാനേജ് ചെയ്യുന്ന അസറ്റിന്റെ സൈസ് അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്ന സൈസ് 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 28,000 കോടി രൂപയോളം ഇതിന് മൂല്യം ഉള്ളതായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. വേൾഡ് ഗോൾഡ് കൗൺസിൽ ഡാറ്റ പ്രകാരം ഏകദേശം 44.6 ടൺ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ETF-ലൂടെ മാത്രം നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗോൾഡ് ETF അഥവാ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്താണെന്നുള്ളതും അതിന്റെ കോൺസിക്വൻസും ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗോൾഡ് ETF സാധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർസ് ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ ട്രേഡ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. അപ്പൊ നമുക്ക് ഒരാൾക്ക് സപ്പോസ് ഗോൾഡ് ETF വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രോക്കറുടെ അക്കൗണ്ടിലൂടെ നമുക്ക് ഗോൾഡ് ETF പർച്ചേസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് ഷെയർസ് എങ്ങനെയാണോ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗോൾഡ് ETF-ൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഇവിടെ
ഒരു യൂണിറ്റ് സൂചിപ്പിക്കുന്നത് 1 ഗ്രാം ആണ്. ആ 1 ഗ്രാം എന്ന് പറയുന്നത് 99.5% പ്യൂരിറ്റി ഉള്ള സ്വർണ്ണാണ്. അഥവാ ഷെയറിന് ഒരു കമ്പനിയാണ് ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ETF-ന്റെ ഒരു യൂണിറ്റിനെ ബാക്ക് ചെയ്യുന്നത് ഗോൾഡ് ആണ്. 1 യൂണിറ്റ് 1 ഗ്രാം ഗോൾഡ് ആണ് അതിനെ ബാക്ക് ചെയ്യുന്നത്. അഥവാ ഗോൾഡ് പ്രൈസിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ചാണ് ഇതിന്റെ യൂണിറ്റ് പ്രൈസിൽ വ്യത്യാസങ്ങൾ വരുന്നത്. ഇനി എങ്ങനെയാണ് ETF-ന്റെ വാല്യൂ നിശ്ചയിക്കുന്നത് എന്നുള്ള, ഒരു ഫണ്ടിൽ ടോട്ടൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്, ആ ഇൻവെസ്റ്റ്മെന്റ് എത്ര കോടിയാണോ അതിന് അതിന്റെ ലയബിലിറ്റി കുറച്ചതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ടിനെ എത്ര യൂണിറ്റ് അവർക്കുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഗോൾഡിൽ അവർ മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ അതിൽ നിന്ന് അവരുടെ ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുക. അപ്പൊ അവർക്ക് സ്വന്തമായിട്ടുള്ള ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ്, ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ് അവർക്ക് ഓൺ ഗോൾഡ് എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതിന് എത്ര ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഈ യൂണിറ്റുകളാണ് ശരിക്കും നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലൂടെ പർച്ചേസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗോൾഡിന് ഇപ്പൊ 80,000 90,000 രൂപയായിട്ടുണ്ടെങ്കിൽ പോലും, പവന് അത്ര വിലയായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള ചെറിയ ഇൻവെസ്റ്റ്മെന്റ് പോലും ഇതിലൂടെ നമുക്ക് ഗോൾഡിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയും. നിങ്ങൾക്ക് ഗോൾഡ് ETF-ൽ നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൊറോദ, അപ്സ്റ്റോക്സ് തുടങ്ങിയവരുടെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ നല്ല ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഗോൾഡ് ETF നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ഹൈ വോളിയം ട്രേഡ് ചെയ്യുന്ന ലിക്വിഡ് ആയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതാവും ബെറ്റർ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിപ്പോൺ ഇന്ത്യ ഗോൾഡ് ETF അല്ലെങ്കിൽ SBI ഗോൾഡ് ETF നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് സാധാരണ ഷെയർസ് പർച്ചേസ് ചെയ്യുകയും സെല് ചെയ്യുന്നതും പോലെ തന്നെ ഈ ഗോൾഡ് ETF വാങ്ങാവുന്നതും വിൽക്കാവുന്നതുമാണ്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിന്റെ ലിക്വിഡിറ്റി തന്നെയാണ്. കാരണം നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരു ഷെയർ സെല് ചെയ്യുന്ന പോലെ തന്നെ ഇതിന് വിൽക്കാനും വാങ്ങിക്കാനും ആളുകൾ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്ക് എപ്പം ക്യാഷിന് ആവശ്യമുണ്ടോ അപ്പം നമ്മുടെ അസറ്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം സ്റ്റോറേജ്. ഇത് സ്പെഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ ഒരു പ്രത്യേകമായിട്ടുള്ള വാടക, റെന്റ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതില്ല. പ്ലാറ്റ്ഫോം ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് ഒരു ചെറിയൊരു എമൗണ്ട് അത് വരുന്നുള്ളൂ. അതല്ലാതെ ഒരു ലോക്കർ റെന്റ് പോലുള്ള സംഭവങ്ങളോ ഇത് ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകും എന്നുള്ള പേടിയോ ഒന്നും നമുക്ക് വേണ്ട എന്നുള്ളതാണ്. ഇനി കമ്പയർ ടു ഫിസിക്കൽ ഗോൾഡ് ഇതിന് മേക്കിംഗ് ചാർജ് അതേപോലുള്ള സംഭവങ്ങളൊന്നും ഇതിന് വരുന്നില്ല. അതായത് ബൈ ചെയ്യുന്ന സമയത്ത് 3% GST അങ്ങനെയുള്ള ടാക്സുകളോ കാര്യങ്ങളോ ഒന്നും ഈ ETF ഫണ്ടുകൾക്ക് വരുന്നില്ല എന്നുള്ളത് ഫിസിക്കൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഇതിന്റെ ലിമിറ്റേഷനിലോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് എന്ത് ആവശ്യമുണ്ട്, ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നതിന്റെ കൂടെ നമുക്ക് ബ്രോക്കറേജ്, പ്ലാറ്റ്ഫോം ഫീ, കമ്മീഷൻ, എക്സ്ചേഞ്ച് ഫീ എന്ന് പറയുന്ന ഫീസ്, ചാർജസ് ഇതിന്റെ ഒപ്പം വരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതൊരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ETF ഫണ്ടിന് ഒരിക്കൽ നമുക്കൊരു ഫിസിക്കൽ ഗോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് അതിന്റെ പർച്ചേസ് എടുക്കാൻ കഴിയില്ല. അതായത് അത് നമുക്ക് ഇനി എപ്പോഴെങ്കിലും വിൽക്കുന്ന സമയത്ത് അതൊരു ഗോൾഡ് ആക്കി തരണമെന്ന് ഇതിൽ അവകാശപ്പെടാൻ കഴിയില്ല. മാത്രമല്ല ഇതിന് ബൈ ചെയ്യുന്ന സമയത്ത് 3% GST ഇല്ല. പക്ഷെ ഇതിന് കിട്ടുന്ന റിട്ടേണിന് ടാക്സ് ഉണ്ട്. ടാക്സ് നമ്മുടെ സ്ലാബ് റേറ്റിലാണ് ആപ്ലിക്കബിൾ, ഇൻഡെക്സേഷൻ ആപ്ലിക്കബിൾ അല്ല. നമുക്ക് പണ്ട് കാലഘട്ടത്തിൽ ഇൻകം ടാക്സിന് നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റുമെന്ന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന്. ആ ഒരു ഫെസിലിറ്റി 2023 ശേഷമുള്ള നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എൻജോയ് ചെയ്യാൻ പറ്റൂല. ഇൻഡെക്സേഷൻ പോസിബിൾ അല്ല എന്നുള്ളതാണ്. ഈ 3 ലിമിറ്റേഷൻ ആണ് പ്രധാനമായിട്ടുള്ളത്. മാത്രമല്ല ഗോൾഡ് സോവറിംഗ് ബോണ്ടുമായിട്ട് ഗോൾഡ് ETF-നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം ഗോൾഡ് സോവറിംഗ് ബോണ്ടിന് 2.5% ആനുവൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് അതിലെ ഇൻവെസ്റ്റ്മെന്റിന്. എന്നാൽ ആ ഒരു ബെനിഫിറ്റ് ഇവിടെ ഇല്ല. അതുപോലെ തന്നെ അവിടെ ക്യാപിറ്റൽ ഗെയിൻ കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ് ആഫ്റ്റർ 5 years ആണെങ്കിൽ. ആ ഒരു ബെനിഫിറ്റും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഗോൾഡ് ETF ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത് ഷോർട്ട് ടേം അതല്ലെങ്കിൽ മീഡിയം ടേം ഇൻവെസ്റ്റേഴ്സിന്, അതുപോലെ തന്നെ ലിക്വിഡിറ്റി വളരെയധികം ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനും കൂടെയാണ് ഇത് സ്യൂട്ടബിൾ ആവുള്ളൂ. ഗോൾഡ് ETF-ലൂടെ ലഭിക്കുന്ന ഈ വലിയൊരു ഫണ്ട് ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവർ ഉപയോഗിക്കുന്നത് ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ട്രാക്കിംഗ് എറർ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ ഗോൾഡ് ആണ് അവർ വാങ്ങിക്കുന്നത്. അതല്ലെങ്കിൽ ക്യാഷ് മാർക്കറ്റ് പോയിട്ട് ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻസിലാണ് ഇവർ നിക്ഷേപിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗോൾഡ് മൈനിങ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഗോൾഡ് ഡെറിവേറ്റീവ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇവിടെ റെയർ ആയിട്ടുള്ള ഒരു കാര്യം. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള 4ാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളാണ്.
നിങ്ങൾക്ക് ഗോൾഡ് ETF നേരിട്ട് നിക്ഷേപിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഏജൻസിനെ, ആ മ്യൂച്വൽ ഫണ്ട് ഏജൻസി ഗോൾഡ് ETF നിക്ഷേപിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഏജൻസിനെ കണ്ടെത്തുകയും നിങ്ങളുടെ ഫണ്ട് ആ ഏജൻസിനെ ഏൽപ്പിക്കുകയും ആ ഫണ്ട് ആ ഏജൻസി കൃത്യമായിട്ട് ഗോൾഡ് ETF നിക്ഷേപിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അവരുടെ ഒരു കമ്മീഷൻ കഴിച്ച് ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇത് പ്രധാനമായിട്ടും ഓപ്പൺ എൻഡഡ് ഫണ്ടുകളാണ് ഇവർ ഗോൾഡ് ETF മ്യൂച്വൽ ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ടിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിക്ഷേപിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോരാനും പറ്റും. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ETF നിന്ന് കിട്ടുന്ന റിട്ടേണിൽ നിന്നും ഇവരുടെ സർവീസ് ചാർജ് കഴിച്ച് ബാക്കിയുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു കമ്പനി മ്യൂച്വൽ ഫണ്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നുള്ളത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. എന്നാൽ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫണ്ട് എല്ലാ സമയത്തും മാനേജ് ചെയ്യണ്ട. കാരണം ഇത് മാനേജ് ചെയ്യാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികളാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. ETF ലാണെങ്കിൽ നമ്മൾ നേരിട്ട് അത് ഐഡന്റിഫൈ ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഇവിടെ ആകുമ്പോൾ ഒരു പ്രൊഫഷണൽ ഏജൻസി തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഫണ്ടും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യും എന്നുള്ള ഒരു അഡ്വാൻറ്റേജും ഇതിനുണ്ട്. SBI ഗോൾഡ് ഫണ്ട്, HDFC ഗോൾഡ് ഫണ്ട് തുടങ്ങിയ ഫണ്ടുകളൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഗോൾഡ് ETF ഫണ്ടുകൾ, അതായത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ അത്യാവശ്യം തരക്കേടില്ലാത്ത റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്നുള്ളതാണ്. ഡൈവേഴ്സിഫൈഡ് എക്സ്പോഷർ എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. കാരണം പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജേഴ്സ് ആണ് നമ്മുടെ ETF മാനേജ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്കിനെ പ്രോപ്പറായിട്ട് നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്നു. മറ്റൊരു അഡ്വാൻറ്റേജ് ഇതിന്റെ ലിക്വിഡിറ്റി ആണ്. ഒരു ഫണ്ട് ഹൗസ് ആണ് നമ്മുടെ ഫണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഈ ഫണ്ടിനെ നമുക്ക് ലിക്വിഡ് ആക്കാനും, അതായത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ഇതിലൂടെ പോസിബിൾ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഹയർ എക്സ്പെൻസ് റേഷ്യോ എന്നുള്ളത് ഇതിന്റെ ലിമിറ്റേഷൻ ആണ്. കാരണം ETF നമ്മൾ നേരിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ ഇതിന് ഒരു മിഡിൽ മാൻ കമ്മീഷൻ പോകില്ലായിരുന്നു. പക്ഷെ ഇവിടെ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ഓർഗനൈസേഷനിലൂടെയാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കമ്മീഷൻ കഴിച്ച് ബാക്കി എമൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. മറ്റൊരു ലിമിറ്റേഷൻ പറഞ്ഞത് ഇതിൽ വരുന്നത് ടാക്സ് ആണ്. സ്ലാബ് റേറ്റിലാണ് ഇതിന്റെ ടാക്സ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ ലാഭം ഉണ്ടാക്കുന്നത് അതിന് സ്ലാബ് റേറ്റിൽ ടാക്സ് ആപ്ലിക്കബിൾ ആണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ സ്യൂട്ടബിൾ ആവുന്നത് ബിഗിനേഴ്സിനും ലോ മോഡറേറ്റ് റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്കും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ നിക്ഷേപം വളരെ ഉപകാരപ്പെടും. കാരണം ബിഗിനേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. സോ മാർക്കറ്റിന് ആദ്യം ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയെടുക്കാതെ നമുക്ക് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് കാണാൻ ഇത് സഹായിക്കും. അവരുടെ ഫണ്ട് മാനേജ് ചെയ്യുന്ന പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീമാണ്. അപ്പൊ അത് അവർക്ക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ മോഡറേറ്റ് അല്ലെങ്കിൽ ലോ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ റിട്ടേൺ എൻജോയ് ചെയ്യാൻ കഴിയുന്ന. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ നേരത്തെ പറഞ്ഞ 4 മാർഗങ്ങളല്ലാതെ ഈസി ആയിട്ടുള്ള ഒരു മാർഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാം. അതായത് നമ്മുടെ ഫോൺ പേ, പേടിഎം, അതുപോലെ തന്നെ MMTC പാമ്പ് ആപ്പ്, സേഫ് ഗോൾഡ്, ഓഗ്മോണ്ട് ഗോൾഡ്, ഇത് തനിഷ്കിന്റെ സേഫ് ഗോൾഡ്, ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് സ്വർണം പർച്ചേസ് ചെയ്യാൻ പറ്റും, ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിയും. ഇതിലൂടെ പർച്ചേസ് ചെയ്യുന്ന സ്വർണം 24 ക്യാരറ്റ് സ്വർണ്ണമായിരിക്കും. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലൂടെ നമുക്ക് 1 രൂപ മുതലുള്ള സ്വർണം പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് എത്ര ചെറിയ ഇൻവെസ്റ്റ്മെന്റിനും എത്ര ചെറിയൊരു ഫണ്ടിനും നമുക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇത് പ്രധാനമായിട്ടും ഓഫർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫിൻടെക് കമ്പനികളായിട്ടുള്ള ഫോൺ പേ, അതേപോലെ തന്നെ പേടിഎം പോലുള്ള സ്ഥാപനങ്ങൾ ഇത് വ്യാപകമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലൊരു ചെറിയൊരു പോരായ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ സപ്പോസ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്, നമുക്കിത് ഡിജിറ്റൽ ആയിട്ട് തന്നെ സെല് ചെയ്യാൻ കഴിയും. ഇനി അതല്ല ഇതിന്റെ നമ്മളൊരു ഫിസിക്കൽ ഡെലിവറി എടുക്കുകയാണെങ്കിൽ, അതായത് സെല് ചെയ്യുന്നതിന് പകരം നമുക്കത് ഗോൾഡ് ആയിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അഡീഷണൽ ചാർജസ് പ്രൊവൈഡ് ചെയ്യണം. അഥവാ ഇതിനെ ഗോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ചാർജസ് ഇവർ ഈടാക്കുന്നതാണ്. ഇതിലെ ഫിസിക്കൽ ഡെലിവറി എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണെങ്കിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അത് സ്വീകരിച്ചാൽ മതി. അതല്ലെങ്കിൽ അവർക്ക് ഡിജിറ്റൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയും, ഈ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ കഴിയും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പം അത് കൃത്യമായിട്ടും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. പണ്ട് കാലങ്ങളിൽ ഫിസിക്കൽ ഗോൾഡ് നമ്മൾ ഹാൻഡിൽ ചെയ്ത സമയത്ത് നാട്ടിലുള്ള കള്ളന്മാരാണെങ്കിൽ ഇന്ന് സൈബർ സ്പേസിലുള്ള ഹാക്കേഴ്സ് കള്ളന്മാരുണ്ട്.
അപ്പം ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോം, ഏറ്റവും കസ്റ്റമർ ബേസ് ഉള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കൽ ഓരോ ഇൻവെസ്റ്റേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്നുള്ളത് ഓരോന്ന് നോക്കാം. കൺവീനിയൻസ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. അതായത് ഒന്നോ രണ്ടോ ക്ലിക്കിന് പുറമെ നമുക്ക് രാജ്യത്തിന്റെ ലോകത്തിന്റെ എവിടെ വേണമെന്നാണെങ്കിലും നമുക്ക് ഈ സ്വർണം പർച്ചേസ് ചെയ്യാൻ കഴിയും. അടുത്തത് വരുന്നത് ലോ എൻട്രി ബാരിയറാണ്. ലോ എൻട്രി ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് റെസ്ട്രിക്ഷൻ അവിടെ വെക്കുന്നില്ല. എത്രയാണോ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അത്ര രൂപക്ക് നമുക്ക് സ്വർണത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിയും എന്നുള്ളതാണ്. മൂന്നാമത്തേത് പ്യൂരിറ്റി ആണ്. പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇതിലൂടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് 24 ക്യാരറ്റ് സ്വർണത്തിലോട്ടാണ്. അപ്പോൾ മാൾ പ്രാക്ടീസസുകൾ, അഡൾട്രേഷൻ കാര്യങ്ങളൊന്നും ഇവിടെ പോസിബിൾ അല്ല. നമുക്ക് ഇതിലൂടെ കിട്ടുന്നത് 24 ക്യാരറ്റ് സ്വർണമാണെന്നുള്ളതും ഇതിന് പ്രത്യേകമായ ഒരു സവിശേഷതയാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് നമ്മൾ ഫിസിക്കൽ ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഫിസിക്കൽ ഗോൾഡിന് നമുക്കറിയാം അതിന് മേക്കിംഗ് ചാർജ് വരുന്നുണ്ട്. എന്നാൽ ഡിജിറ്റൽ ഗോൾഡിന് മേക്കിംഗ് ചാർജ് ഇല്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത് നമ്മൾ ഡെലിവറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ ഫിസിക്കൽ പർച്ചേസ് നമ്മൾ ഇതിന് ശേഷം നടത്തുകയാണെങ്കിൽ അതിന് മേക്കിംഗ് ചാർജ് വരുന്നുണ്ട്. നോർമൽ കേസിൽ ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിന് മേക്കിംഗ് ചാർജസ് വരുന്നില്ല എന്നുള്ളതാണ്. ഹൈ ലിക്വിഡിറ്റി എന്നുള്ളതും ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ്. നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അത് ഏത് ഡേ ആണെങ്കിൽ പോലും നമുക്ക് സെല് ചെയ്യാൻ കഴിയുന്നു. അഥവാ ഹയർ ലിക്വിഡിറ്റി, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ അസറ്റിനെ ക്യാഷ് ആക്കിയിട്ട് മാറ്റാൻ കഴിയുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം ഇതിന്റെ സ്റ്റോറേജ് സേഫ്റ്റി. നമുക്ക് കൃത്യമായിട്ട് ഒരു ഫിസിക്കൽ ഗോൾഡ് നമ്മുടെ കസ്റ്റഡിയിൽ വെക്കുന്നതിനേക്കാളും വളരെ ഈസിയാണ് ഈ ഡിജിറ്റൽ ഗോൾഡ് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഓരോ കമ്പനിയും ഈ പറഞ്ഞ പോലെ തന്നെ ഫോൺ പേ ആണെങ്കിൽ പോലും, അതേപോലെ തന്നെ പേടിഎം, സേഫ് ഗോൾഡ്, ഓഗ്മോണ്ട് ഗോൾഡ്, ഈ ഗോൾഡ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, MMDC പോലുള്ള സ്ഥാപനങ്ങളൊക്കെ സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നുണ്ട്. ഇതും ലിമിറ്റേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. ഇതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിന് പ്ലാറ്റ്ഫോം ഫീ വരുന്നുണ്ട്, അഥവാ ട്രാൻസാക്ഷൻ കോസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ കമ്പയർ ടു അതർ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോറേജ് കോസ്റ്റ് വളരെ തുച്ഛമായ എമൗണ്ട് ആണ്. 0.4%, 0.5% എങ്ങാണ്ട് എന്ത് വരുന്നുള്ളൂ. നമുക്ക് ഇതിന്റെ സ്റ്റോറേജ് കോസ്റ്റ് അഥവാ ട്രാൻസാക്ഷൻ കോസ്റ്റ് പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് ഇവർ ഈടാക്കുന്നുള്ളൂ. മറ്റൊരു റിസ്ക് റെഗുലേറ്ററി റിസ്ക് ആണ്. സോവറിൻ ഗോൾഡ് ബോണ്ടിനെ RBI സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ETF-കളെ സെബി നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനെ RBIയും സെബിയും ഓവർസീ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ നിക്ഷേപം നടത്തേണ്ടത് എന്നുള്ളത്. മറ്റൊരു റിസ്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് സൈബർ റിസ്ക് ആണ്. സൈബർ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ഫ്രോഡുകൾ, ഹാക്കേഴ്സ് തുടങ്ങിയവർ മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. പ്രധാനമായിട്ടും ഇത്തരം റിസ്കുകൾ നോർമൽ കേസിൽ സംഭവിക്കാറില്ല, എങ്കിലും നമ്മളൊന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ് സൈബർ റിസ്കുകളെ കുറിച്ചിട്ട്. ഇനി പറയുന്നത് കൺവേർഷൻ കോസ്റ്റ്. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഈ ഡിജിറ്റൽ ഗോൾഡിനെ ഫിസിക്കൽ ഗോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചാർജസ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഈ ലിമിറ്റേഷന് ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ടൈം ലിമിറ്റ് ആണ്. ചില പ്ലാറ്റ്ഫോമുകൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് 5 വർഷത്തേക്കാണ്. ഈ 5 വർഷത്തിന് ശേഷം ഒന്നെങ്കിൽ ഇവര് ഈ ഡിജിറ്റൽ ഗോൾഡ് സെല് ചെയ്യണം, അതല്ലെങ്കിൽ ഇതിന്റെ ഡെലിവറി ഇവർ എടുക്കണം, അതായത് ഫിസിക്കൽ ഗോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ടൈം സ്റ്റിപ്പുലേഷനും കൂടെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പൊ ഇനി ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇത് ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇത് നമുക്കറിയാം ഫിൻടെക് കമ്പനികളിൽ, ഫിനാൻഷ്യൽ ടെക്നോളജി ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ ടെക് സാവി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇത് മോസ്റ്റ് സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ സ്മോൾ ഇൻവെസ്റ്റേഴ്സ്, റിസ്ക് കോൺഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, ലിക്വിഡിറ്റി വളരെയധികം ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രിഫർ ചെയ്യാവുന്ന. ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനുള്ള അവസാനത്തെ മാർഗം എന്ന് പറയുന്നത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പല ജ്വല്ലറീസും ഇത്തരത്തിലുള്ള ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാം. അഥവാ നമ്മുടെ ഒരു SIP പോലെ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പോലെ നമ്മുടെ കയ്യിലുള്ള ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ മാസവും നമ്മൾ നിക്ഷേപിക്കുക. എന്നിട്ട് അന്നത്തെ മാർക്കറ്റ് വിലക്ക് നമ്മളെ ഗോൾഡ് പർച്ചേസ് ചെയ്യുക. അത് കാലങ്ങൾ കഴിയുന്തോറും നമ്മുടെ ഗോൾഡിന്റെ റേറ്റ് കൂടും. ഗോൾഡിന്റെ റേറ്റ് കൂടുമ്പോൾ നമുക്കൊരു നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്യും, അതിൽ നല്ലൊരു എമൗണ്ടിലുള്ള ഗോൾഡ് അതിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നു ചേരുകയും ചെയ്യും. അതായത് മ്യൂച്വൽ ഫണ്ടിലെ SIP പോലെ തന്നെ നമ്മൾ ഗോൾഡിൽ, ജ്വല്ലറികളിലെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ജോയിൻ ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വാങ്ങിക്കുന്നത് 24 ക്യാരറ്റ് സ്വർണ്ണമായിരിക്കണം. അതല്ലാത്ത പക്ഷം അവർ പറയാണ് അതിന് 1 പവൻ ഗോൾഡ് പർച്ചേസ് ചെയ്യാന്ന് പറയാം. 1 പവൻ ഗോൾഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അവർ ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പണിക്കൂലി 15% അല്ലെങ്കിൽ 20% വരുമ്പോൾ അത് നിങ്ങളുടെ റിട്ടേണിനെ സാരമായിട്ട് ബാധിക്കും. ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ നിങ്ങൾ ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ
ഗോൾഡ് കോയിൻ അതല്ലെങ്കിൽ ഗോൾഡ് ബാർ എന്നുള്ള 24 ക്യാരറ്റ് വരുന്ന സ്വർണങ്ങളിൽ മാത്രം നിങ്ങൾ നിക്ഷേപിക്കുക. ഇനി ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഫിസിക്കൽ ഗോൾഡ് മാർക്കറ്റിൽ വലിയൊരു ചേഞ്ചസ് പ്രൈസിൽ വരികയാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഒരു ഫിസിക്കൽ ഗോൾഡ് ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളതാണ്. മറ്റൊന്ന് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റ്മെന്റിനെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുള്ളതാണ്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി നമ്മുടെ SIP ഒക്കെ പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് വളർത്തിക്കൊണ്ടുവരാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിന്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ജ്വല്ലറിയുടെ ഒരു റിലയബിലിറ്റി ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിലയബിൾ ആയിട്ടുള്ള ഒരു ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഹാർഡ് ഏൺഡ് മണി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം റിലയബിൾ ആയിട്ടുള്ള ജ്വല്ലറിയിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. ഇതിന്റെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ഡിപ്പെൻഡ് ഓൺ ഗോൾഡ് പ്രൈസ് ഓൺ മെച്യൂരിറ്റി, അഥവാ മെച്യൂരിറ്റി പീരീഡിലുള്ള ഗോൾഡ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ റിട്ടേൺ എന്നുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം എല്ലാ മാസവും നിക്ഷേപിക്കുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാം നമ്മുടെ അക്കൗണ്ടിലോട്ട് അങ്ങനെ ക്രെഡിറ്റ് ആവും. ക്രെഡിറ്റ് ആയിട്ട് ലാസ്റ്റ് നമ്മൾ റെഡീം ചെയ്യാൻ പോകുമ്പോൾ ഇത്ര ഗ്രാം സ്വർണം, അന്ന് സ്വർണത്തിന് വിലക്കുറവാണെങ്കിൽ അത് നമ്മുടെ റിട്ടേണിനെ കാര്യമായി ബാധിക്കും എന്നുള്ളത് ഇതിന്റെ മറ്റൊരു ലിമിറ്റേഷൻ ആണ്. മറ്റൊരു ലിമിറ്റേഷൻ ലെസ് ലിക്വിഡിറ്റി കമ്പയർ വിത്ത് ഡിജിറ്റൽ ഗോൾഡ് ആൻഡ് ETF. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ ജ്വല്ലറിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ ആ പൈസ ക്യാഷ് ആക്കി മാറ്റാൻ കഴിയില്ല. എന്നാൽ ETF-ഉം ഡിജിറ്റൽ ഗോൾഡും ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ആക്കിയിട്ട് മാറ്റാൻ കഴിയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്കീം, അതായത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ആർക്കാണ് സ്യൂട്ടബിൾ ആവുന്നത്. ജ്വല്ലറി ബേസ്ഡ് സ്കീമിൽ താല്പര്യമുള്ള ആളുകൾക്ക്, ജ്വല്ലറി ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീംസിൽ താല്പര്യമുള്ള ആളുകൾക്കും മെച്യൂരിറ്റി പീരീഡിൽ ഇതിനെ സ്വർണമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുമാണ് ഇത് സ്യൂട്ടബിൾ ആവുന്നത്. അഥവാ നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു കല്യാണം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാം. ആ സമയത്ത് നമുക്ക് സ്വർണമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനുള്ള 6 മാർഗങ്ങളെയും കുറിച്ച് വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ അറിയിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.